അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ വീഡിയോകൾ ശ്രവിക്കുന്ന സഹോദരിമാർ പ്രയാസങ്ങളാണ്, ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ സഹോദരങ്ങളുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി ജീവിതത്തിൽ നന്മകൾ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ചില പ്രാർത്ഥനകൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. അത് എന്റെ സഹോദരങ്ങളെ രേഖപ്പെടുത്തി വെക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന നന്മകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ്, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരാണ്. ആ പ്രയാസങ്ങളിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ആ പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷ നേടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സഹാബത്തെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വന്നാൽ അവൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രയാസങ്ങളെ മാറ്റുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സിലാഹുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് അദ്ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാം നമ്മുടെ ആവലാദികൾ അള്ളാഹുവിനോട് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. അള്ളാഹു കാരുണ്യവാനും അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനുമാണ്. അള്ളാഹുവിലേക്ക് എല്ലാ പ്രയാസങ്ങളും നമ്മൾ ബോധിപ്പിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ ഈ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നത്? നമുക്ക് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനുമാണ്. അള്ളാഹു പല ആയത്തുകളിലായി ധാരാളം പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് മനസ്സിലാകും. അള്ളാഹു പറയുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊരു പ്രാർത്ഥനയാണ്. അതുപോലെ വേറൊരു ദുആ അല്ലാഹു പറയുകയാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് മറ്റൊരു ദുആ ആണ്. അതുപോലെ അല്ലാഹു ഒരുപാട് ദുആ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. അല്ലാഹു മൂന്ന് ശൈലിയിലാണ് പരിശുദ്ധമായ ഖുർആനിൽ ദുആകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബന എന്ന് പറയുന്ന ദുആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി എന്ന് പറയുന്ന ദുആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആ ആണ്. ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് നന്മകളുള്ള, ചെയ്താൽ ജീവിതത്തിൽ പ്രതിഫലം കിട്ടുന്ന, മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ദുആ ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു മുമ്പായി ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ ദുആ സ്വീകരിക്കുന്ന ചില ശൈലികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരാൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, മാറ്റിത്തരണേ അല്ലാ. എനിക്കൊരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ, മാറ്റിത്തരണേ അല്ലാ. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളാണ്, നഷ്ടത്തിലാണ്, പരാജയത്തിലാണ് എന്നൊക്കെ ഒരാൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ഒന്നാമത്തെ ശൈലി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. അവൻ ചോദിച്ചവന്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും. അവന്റെ ജീവിതത്തിൽ നന്മകൾ നൽകും. ഒരാള് വീട് തരണേ പടച്ചവനെ, ഒരു വീട് വെക്കാനുള്ള സാമ്പത്തികമായ മാർഗങ്ങൾ തുറന്നു തരണേ അള്ളാഹ് എന്ന് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു പെട്ടെന്ന് അവന്റെ ദുആ സ്വീകരിക്കും. ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. ദുആ സ്വീകരിക്കുന്ന മറ്റൊരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നു, അള്ളാഹുവേ, എനിക്ക് നല്ലൊരു ജോലി തരണേ അള്ളാഹ്. അവൻ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ, എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ, എന്റെ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. എന്നാൽ അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്?
അള്ളാഹു കുറച്ച് സാവകാശം കൊടുക്കും. അവൻ ചോദിക്കുമ്പോൾ അള്ളാഹു നൽകുകയില്ല. കുറെ സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവൻ ചോദിച്ചത് അള്ളാഹു നൽകുന്നത്. ഇത് ദുആ സ്വീകരിക്കുന്ന രണ്ടാമത്തെ ശൈലിയാണ്. ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവേ എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ. ആ പ്രയാസങ്ങളിൽ അള്ളാഹു അവനെ കുറെ നാൾ ആ പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു പിന്നീട് ഒരു ദിവസം അവന്റെ പ്രയാസങ്ങളെ മാറ്റും. ഇത് അള്ളാഹുവിന്റെ ശൈലിയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സാലിഹായ സന്താനത്തെ കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം ദുആ ചെയ്തു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷെ അള്ളാഹു ഇബ്രാഹിം നബിക്ക് സന്താനത്തെ നൽകിയത് എപ്പോഴാണ്? വാർദ്ധക്യ സമയത്താണ്. 90ാമത്തെ വയസ്സിലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഒരു മകനെ നൽകിയത്. അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു ബലം കിട്ടും, അത് ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ശൈലി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചോദിച്ചത് തരാതെ അള്ളാഹു നമുക്ക് വേറൊരു ഖൈർ തരും. ഞാൻ ചോദിച്ചത് ഒരു കാര്യമാണ്, പക്ഷെ അള്ളാഹു എനിക്ക് അത് തന്നില്ല, അതിനു പകരം അതിനേക്കാൾ നല്ലതായ ഒരു കാര്യം അള്ളാഹു തരും. ഇതും അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. നാലാമത്തെ ശൈലി എന്ന് പറഞ്ഞാൽ, ചോദിച്ചതൊന്നും അള്ളാഹു കൊടുക്കില്ല. ആ മനുഷ്യൻ നിരന്തരം സുബഹിക്ക് ശേഷവും തഹജ്ജുദ് നമസ്കാരത്തിലും എല്ലാ പ്രാർത്ഥനകളിലും അവൻ ഓരോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ ചോദിച്ചതൊന്നും തന്നെ അവന്റെ ജീവിതത്തിൽ കിട്ടിയില്ല. പകരം അവന് വരാനിരിക്കുന്ന വലിയ ആപത്തുകളെ, അപകടങ്ങളെ അള്ളാഹു തട്ടിമാറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. ഇനി അഞ്ചാമത്തെ ഒരു ശൈലി കൂടി ഞാൻ പറയുകയാണ്. ഒരാൾ ചോദിച്ചു, അവനൊന്നും കിട്ടിയില്ല, അവന്റെ ആപത്തും മാറിയില്ല, അവന് പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ ആഖിറത്തിൽ അവന് വലിയ നേട്ടങ്ങളാണ് വെച്ചിരിക്കുന്നത്. അവൻ ചോദിച്ചത് ദുനിയാവിൽ കിട്ടാത്തത് കൊണ്ട് നാളെ ആഖിറത്തിൽ വമ്പൻ പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദുആകൾ, പ്രാർത്ഥനകൾ ഒന്നും തന്നെ പാഴായി പോകുകയില്ല. ഇഖ്ലാസോടുകൂടി കണ്ണുനീര് വരുന്ന നിലയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ എന്ത് പ്രയാസമാണെങ്കിലും സഹോദരങ്ങളെ മാറും. അത് ഹലാലായ ഭക്ഷണം കഴിച്ച്, ഒരു സദഖ ചെയ്ത്, ഒരു നന്മ ചെയ്ത് നമ്മൾ ദുആ ചെയ്താൽ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എന്റെ സഹോദരങ്ങളോട് ഇനി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇത് എഴുതിയെടുത്ത് പഠിക്കുക. പരിശുദ്ധമായ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൈശാചികമായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണേറ് പോലെ, സിഹർ പോലെ എന്തെങ്കിലും പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു അത് മാറ്റിത്തരും. ആ ദുആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅത്തിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഞാൻ ഒന്നും കൂടെ പറയാം, എന്റെ സഹോദരങ്ങൾ കൂടെ ചൊല്ലി ഇതൊന്ന് മനസ്സിലാക്കുക. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅത്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിശുദ്ധമായ ഖുർആനിക ആയത്താണ്. നിങ്ങൾ നിരന്തരം ദുആ ചെയ്യുക. നിങ്ങളുടെ കണ്ണേറ്, അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ, സിഹറുകൾ എല്ലാം ബാത്തിലാകാൻ ഈ ദുആ നമ്മളെ സഹായിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറയുന്ന ദുആ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചു വെച്ചോ, വലിയ അത്ഭുതങ്ങളുള്ള, വലിയ നേട്ടമുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുടുംബ വിഷയങ്ങളോ, കുടുംബ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും വിഷയങ്ങളോ, രണ്ടുപേരുടെ ഇടയിൽ ഫിറാഖ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ, ആ ബന്ധങ്ങളിൽ അള്ളാഹു ഒരു ബറക്കത്ത് നൽകാൻ, ആ ബന്ധങ്ങൾ സ്ഥിരമായി നിലനിൽക്കാൻ ഈ ദുആ നമ്മളെ സഹായിക്കും. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ സുമറിൽ പറയുകയാണ്, 46ാമത്തെ ആയത്താണ്. اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون.
اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും. ഭാര്യയും ഭർത്താവും വർഷങ്ങളോളം മാസങ്ങളോളം പിണക്കമായിരിക്കും. അവരുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബർക്കത്തുണ്ടാകുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ, പരസ്പരം അടുപ്പമുണ്ടാകാൻ ഈ ദുആ നിങ്ങൾ പതിവാക്കുക. അള്ളാഹു നമ്മുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. സ്വർഗവാസികൾ പറയുന്ന അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ പതിവാക്കുക. اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വലിപ്പം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ സ്ഥാനങ്ങളെ ഉയർത്തി നമ്മൾ പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. നല്ലൊരു ദുആയാണ്, പഠിച്ചു വെക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസ്ക്കിൽ വിശാലത കിട്ടാൻ. ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി ഉണ്ടാകില്ല, ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല, പ്രയാസങ്ങൾ കടന്നു വരുന്നില്ല, ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകില്ല. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ പതിവാക്കണം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞു തരുന്ന മരുന്നാണ്. നമ്മൾ ഖുർആനിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിരന്തരമായി നിങ്ങൾ ഖുർആൻ ഓതണം. ഒരു പേജെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഖുർആൻ ഓതുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. റിസ്ക് വിശാലമാകാനുള്ള ദുആണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം ദുആ ചെയ്യുക. നമുക്ക് അള്ളാഹു റിസ്ക്കിൽ വിശാലത നൽകും. ഒന്നുകൂടി പറയുകയാണ്, اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. അതുകൊണ്ട് ഈ ദുആ എഴുതിയെടുത്ത് പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പലതവണ നിങ്ങൾ ആവർത്തിച്ച് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ച് പഠിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ഇൽമുകളെയും സ്വീകരിക്കുമാറാകട്ടെ. ഇത് കാരണമായി ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞത് ഖുർആനിക ആയത്തുകളാണ്, ഖുർആനിക മന്ത്രമാണ്. ചെയ്താൽ പ്രതിഫലമുള്ള, ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുള്ള ഇൽമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മുടെ റിസ്ക്കിൽ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനമില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ലാസിന്റെ അവസാനമായി എന്ത് വേണമെങ്കിലും ഈ ഒരു ദിക്ർ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു തരും. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അനുഭവങ്ങളാണ്. ഒരുപാട് ആവശ്യങ്ങൾ കിട്ടിയതിന്റെ ആ ഒരു വെളിച്ചത്തിൽ ഈ ദുആ പറഞ്ഞ്, ഈ ദിക്ർ പറഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും പതിവാക്കുക. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എപ്പോഴും അല്ലാഹുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. നടത്തത്തിലായാലും ഇരുത്തത്തിലായാലും എന്റെ റബ്ബുണ്ട്, എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ എന്റെ റബ്ബുണ്ട്, അതിനേക്കാൾ എനിക്ക് ആരാണ് വേണ്ടത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക, സ്വയം ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതും അങ്ങനെയല്ലേ. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക. സന്തോഷം മാത്രമല്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, പ്രയാസങ്ങളും കടന്നു വരാം. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക. അല്ലാഹു പ്രതിഫലം ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ നൽകും. അല്ലാഹു പറഞ്ഞ വാചകം എങ്ങനെയാണ്? ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ഒന്നുകൂടെ പറയുക, ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ഉമ്മമാരെ, സഹോദരിമാരെ, പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ക്ഷമിക്ക്. അല്ലാഹു പ്രതിഫലം നൽകും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ക്ഷമിക്കുന്നവരോടൊപ്പം റബ്ബുണ്ട്, അവനെ കൈവിടത്തില്ല, അല്ലാഹു കൂടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ചേർത്ത് പിടിക്കുക. സഹാബത്ത് ചേർത്ത് പിടിച്ചതുപോലെ
പ്രവാചകന്മാര് ചേർത്ത് പിടിച്ചതുപോലെ, മഹാനായ ഇബ്രാഹിം നബി ചേർത്ത് പിടിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോൾ അള്ളാഹുവിനെയാണ് ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുക. ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാവിധ നന്മകളെയും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.